കർത്താവിന്റെ ധന്യത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ ആരാധനയുടെ അയപ്പാനൊക്കെ ദൈവജനത്തിൽ കേൾക്കുവാനും അപ്പോൾ ഈ ശുശ്രൂഷകളൊക്കെ ഭാഗവക്കാകുവാൻ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിയല്ലോ. സ്തോത്രം. അംഗീകാരവും യോഗ്യതയും ഇല്ലാത്തിടത്ത് ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഇതിലൊക്കെ നമുക്ക് ദൈവം ഭാഗമാക്കി തരുന്ന ആ ഒരു കരുണയെ ഓർത്ത് പിന്നെയും കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം എന്ന് ദൈവജനത്തിന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയെ എങ്ങനെയാണ് പത്യോപദേശത്തിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് ചിന്തിക്കാം. തിമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാളികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് ഈ വിശ്വസിൽ താമസിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു വന്നിട്ട് 8-ാം വാക്യത്തിൽ ആറാം വാക്യത്തിൽ പറയുന്നത്, ചിലർ ഇത് വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടക്കന്മാരുവാകുവാൻ ഇച്ഛിക്കുന്നു, തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ലതാണ്. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെയുള്ളത് പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊള്ളുക. സ്വാമി ഇപ്പോൾ ഓർപ്പിച്ച പോലെ അനേക സഭകളിൽ സംഭവിക്കുന്നൊരു കാര്യം, പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിൽ നിന്ന് അവർ മാറിപ്പോവുക ചെയ്യുന്നു. അപ്പൊ പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിന് മാറിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് യഥാർത്ഥ പത്യോപദേശത്തിന്റെ ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ കേട്ടതുപോലെ ആ പൈലിംഗ് നടത്തിയ ആ ഒരു പ്രത്യാശയുടെ ഉറപ്പ് നടത്താതെ മുകളിലോട്ട് പണി നടക്കത്തില്ല. അപ്പം ഈ പൈലിംഗ് നടത്തുന്ന ഒരു മേഖലയാണ് പത്യോപദേശത്തിന് വിപരീതമായ കാര്യങ്ങളെ ദൈവം നമ്മൾ തകർക്കുക എന്നുള്ളത്. ഒത്തിരി കാര്യങ്ങൾ പത്യോപദേശം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പത്യോപദേശത്തെ വിപരീതമായ കാര്യങ്ങൾ പൗലോസ് തിമോഥെയോസ് ലേഖനത്തിൽ അങ്ങനെ മറ്റനേക ലേഖനങ്ങളിൽ പത്യോപദേശത്തിന് വിപരീതമായ കാര്യങ്ങളെ എന്തുകൊണ്ട് തകർക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് മാനുഷ്യ ഉപദേശങ്ങളെ തകർക്കുന്നുണ്ട്, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ തകർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറ ഇളക്കുന്ന അല്ലെങ്കിൽ അതിനൊരു വളർച്ചയ്ക്ക് തടസ്സമായിരിക്കും. നമ്മളെ ഓൾറെഡി നമ്മുടെ ജഡത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ മതങ്ങളിൽ നിന്ന് കേട്ട് പഠിച്ച് ഒത്തിരി കാര്യങ്ങൾ അതിന് കിടക്കുന്നത് കൊണ്ട് പത്യോപദേശം ഉറയ്ക്കാൻ വേണ്ടി ആദ്യം കർത്താവ് നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യം ഇതിന് വിപരീതമായ കാര്യങ്ങൾ എന്തുണ്ട്, പലതിനെയും മാറ്റിവെക്കാൻ അതിനെ തകർത്ത് കളഞ്ഞായിട്ട് കാണുന്നുണ്ട്. ഒന്നാം മാനുഷ്യ ഉപദേശങ്ങളെ പറഞ്ഞു, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കർണരസകമാരുള്ള കെട്ടുകഥകൾ, യഹൂദ കഥകൾ, വംശാവലികൾ, തർക്കത്തിന് മാത്രം ഉതകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം പത്യോപദേശത്തിന് വിപരീതമായതുകൊണ്ട് ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു കാര്യമാണ് വിശ്വാസം. പത്യോപദേശം വഴി മാത്രം എന്ത് സംഭവിക്കുന്നുള്ളൂ, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. അപ്പൊ എല്ലാവരിലും ഒരു ആഗ്രഹം ഉള്ളത് വിശുദ്ധീകരണം നടക്കണം, ക്രിസ്തുവിനെ പോലെ വളരണം എന്നുള്ള വിശുദ്ധീകരണത്തിനൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട്, പക്ഷെ ഇതെങ്ങനെ സാധിക്കുമെന്ന് അറിയാത്ത മേഖലയാണ് പരിജ്ഞാനത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പൊ ചിലര് ന്യായപ്രമാണ ഉപദേശകന്മാരാകും, അവരതിൽ കൂടെ വിശുദ്ധീകരണം സാധിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലര് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് പല രീതിയിലുള്ള ഉപദേശങ്ങൾ അതിന്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്തല്ല, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമല്ല. കാരണം ഇതൊന്നും വിശ്വാസത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നില്ല, പ്രവൃത്തികളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. പക്ഷെ പത്യോപദേശം ചെയ്തെടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്ന അനുസരണം അവന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അതിന് എന്ത് ചെയ്യും, വിശ്വാസം എന്ന വഴിയിലൂടെ അവനെ കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പം മറ്റെല്ലാ ഉപദേശങ്ങളും പത്യോപദേശത്തിന് വിപരീതമായ എല്ലാ ഉപദേശങ്ങളും എന്ത് ചെയ്യും, ഡയറക്ട്ലി ജമ്പിങ് ടു ഒബീഡിയൻസ് എന്ന ലെവലിലോട്ട് പോകും. കൽപ്പനകളെ അനുസരിക്കാനുള്ള അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യാനുള്ള കാര്യത്തിലേക്ക് മനുഷ്യനെ ജമ്പ് ചെയ്യിപ്പിക്കും. എങ്ങനെ, എന്ത് സ്കിപ്പ് ചെയ്തുകൊണ്ട്, വിശ്വാസത്തെ സ്കിപ്പ് ചെയ്തുകൊണ്ട്, അല്ലെ, അതിനെ എന്ത് ചെയ്യും, ഇതിലേക്ക് പോകും. അതുകൊണ്ടാണ് ചിലർ ഇത് വിട്ടുമാറി അതിലേക്ക് തിരിയുന്നു, ഇതിലേക്ക് തിരിയുന്നു എന്നൊക്കെ പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ പത്യോപദേശം എന്താ ചെയ്യുന്നത്, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിൽ കൂടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അനുസരണം ഉളവാക്കുക ചെയ്യുന്നത്. റോമാലേഖനം 1:6 നമുക്ക് അറിയാവുന്നൊരു വാക്യമാണ്. സ്തോത്രം. 1:6, എന്തിനാണ് അവർ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചെന്നുള്ള കാര്യം, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. അപ്പം എങ്ങനെയാണ് അനുസരണം വെളിപ്പെടേണ്ടത്, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിൽ കൂടെ പോയിട്ട് വേണം എന്ത് ചെയ്യണം, അനുസരണം വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ പരിജ്ഞാനത്തിൽ വിട്ടുമാറുക, ചിലർ ഇത് വിട്ടുമാറി എന്താ ചെയ്യുന്നത്, വിശ്വാസം സ്കിപ്പ് ചെയ്തിട്ട് വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല അതിന് മാത്രം അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ അനുസരണത്തിലേക്ക് ചാടി പോവുക. എങ്ങനെയും അനുസരിക്കണം, എനിക്ക് വിശുദ്ധീകരണം ഉണ്ടാകണം എന്നുള്ള കാര്യം അവര് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്.
അപ്പം എന്താണ് അവർക്ക് അടയപ്പെട്ടു പോയ മേഖല എന്താണ്? ഇത് വിശ്വാസത്തിലൂടെ വെളിപ്പെടേണ്ട അനുസരണം ആണെന്നുള്ള കാര്യത്തിൽ അടയപ്പെട്ട് കിടക്കുന്നതാണ് അനേകരും ഇത് പരിജ്ഞാന പ്രകാരം ഇത് വിട്ടുപോകുന്നത്. ഇനി എങ്ങനെയാണ് വിശ്വാസത്തിലൂടെ ഈ അനുസരണം വെളിപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. സ്തോത്രം. ഈ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിരിക്കണം. ഈ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിലൂടെ നമുക്ക് അനുസരണം വെളിപ്പെടണമെങ്കിൽ അത് ദൈവം ചെയ്തെടുക്കുന്ന കാര്യം യേശുക്രിസ്തുവിന്റെ നീതി എന്ന ബോധം നമ്മളിൽ ആക്കുക ദൈവം ചെയ്യുന്നത്. 2 പത്രോസിന്റെ ലേഖനം നമ്മൾ ചിന്തിച്ച കാര്യം വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയിൽ അല്ലാതെയുള്ള അനുസരണം എന്താണ്? അത് ജീവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുമ്പ് കേട്ട പോലെ ജീവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല വരുത്തുന്നത്. അവർ സ്ഥാപിക്കുന്നത് എന്താണെന്നോ ചെയ്യുന്നത് എന്താണെന്നോ അവർക്ക് തന്നെ അറിയത്തില്ല. അവർ കുറെ പ്രവൃത്തികൾ ചെയ്ത് കൂട്ടുന്നു, പക്ഷെ അത് ജീവൻ ഉണ്ടാകുന്നില്ല. വേറെ ചിലർ മാനുഷിക സമ്പ്രദായ ഉപദേശങ്ങളിൽ പോകുന്നു, വേറെ ചിലർ തർക്കങ്ങളുടെ ഉപദേശങ്ങളിലേക്ക് പോകുന്നു, വേറെ ചിലര് ലോകത്തിന്റെ സമ്പ്രദായങ്ങളിൽ പോകുന്നു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഭക്തിയുപദേശം എന്താ ചെയ്യുന്നത്? വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോയിട്ട് അനുസരണം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഇനി വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിലൂടെ എങ്ങനെ കൊണ്ടുപോയിട്ട് വരുത്തുന്നത് എന്താ വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ദാസന് അപ്പോസ്തലനായ ശീമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വലിയൊരു വിശ്വാസം ലഭിച്ചത് എഴുതുന്നത്. അപ്പൊ എങ്ങനെ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്? നമ്മളെ മുകളിൽ ക്രിസ്തുവിന്റെ ഒരു നീതിബോധം വരുത്തും ആദ്യം. ഈ യഥാർത്ഥ നീതിബോധം ലഭിക്കാത്ത ഒരാൾ എന്ത് ചെയ്യത്തില്ല? യഥാർത്ഥ വിശുദ്ധീകരണത്തിലേക്ക് പോകപ്പെടുന്നില്ല. അപ്പൊ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയിൽ ഒരു വ്യക്തി വെളിപ്പെടണമെങ്കിൽ ആ വ്യക്തിയിൽ ആദ്യം എന്തോ ഉണ്ടാകണം? യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഉളവാകുന്ന ഒരു വിശ്വാസം ഉണ്ടാകണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ നീതിയാൽ എന്ത് വിശ്വാസമാണ് ഉളവാകുന്നത്? യേശുക്രിസ്തുവിന്റെ നീതിയുടെ മുമ്പിൽ നമ്മളെ നിർത്തി നോക്കിക്കേ. നമ്മുടെ അകത്ത് ഉണ്ടാകുന്ന വിശ്വാസം എന്താണ്? അയ്യോ കർത്താവേ, ഞാനല്ല, അല്ലെ? അപ്പൊ അവിടെയാണ് നമ്മൾ വരുന്നത്. ഞാനല്ല ക്രിസ്തുവത്തെ എന്ന് വെച്ചാൽ എന്റെ അകത്ത നിലവിളി ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നീതി എന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യുക മാത്രമല്ല, അത് നമ്മുടെ മേൽ ഒരു വെയിറ്റ് ആയിട്ട് വരണം. ആ വെയിറ്റ് ആയിട്ട് വരുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ലോകപ്രകാരം വളരുന്ന ഒരു വ്യക്തിയുടെ അകത്ത് ആദാമിന്റെ പാപബോധം അവന്റെ മകൻ കിടപ്പുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നീതിയാൽ വിശ്വാസം ഉളവാകുന്നതുകൊണ്ട് തന്നെ ആദാമിന്റെ പാപത്താൽ എല്ലാവരിലും എന്ത് കിടപ്പുണ്ട്? അതിൽ വളരാനുള്ള ബോധ്യങ്ങൾ കിടപ്പുണ്ട്, അല്ലെ? നമുക്ക് വായിക്കാം റോമാലേഖനം 5-ാം അധ്യായം. നമുക്ക് പരിചയ വാക്യങ്ങളാണെങ്കിലും ഇതിനോട് വിഷയത്തോട് ചേർന്ന് വരുമ്പോൾ അത് ചേർന്ന് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉറപ്പ് വരാൻ വേണ്ടിയാണ്. സ്തോത്രം. റോമാലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 18-10. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിവാന്മാരായി തീർന്നു. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചപ്പോൾ നമ്മൾ അവരുടെ മേൽ ഒരു വെയിറ്റ് കൊടുത്തു. എന്ത് വെയിറ്റ് ആണത്? ഏകന്റെ ലംഘനത്തിൽ നിന്ന് വന്ന ശിക്ഷാവിധിയും ആ ആദാം എന്ന ഏകന്റെ ലംഘനത്തിന്റെ ആ ഒരു പാപബോധത്തോടു കൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. അപ്പൊ അവര് പാപം പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒരു ബോധ്യത്തോടുകൂടി അവർ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത്, അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസൊബീഡിയൻസിലേക്ക് അവർ പോകുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഈ ഏകന്റെ ലംഘനത്തിന്റെ ആ ഒരു ശിക്ഷാവിധിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ പാപത്തിന്റെ നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പോലും അനുവാദമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മേൽ ഒരു വെയിറ്റ് ആയിട്ട് വീണ് കിടപ്പുണ്ട്, അല്ലെ? അപ്പൊ അതെന്തുകൊണ്ട്? അത് ആ വെയിറ്റ് അവരിൽ കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അവര് ദോഷത്തിൽ മുതിർന്നു വരുന്നു. പാപമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത സ്വഭാവത്തിലേക്ക് അത് വളർന്നു വരുന്നു. ഇങ്ങനെ വളർന്നു വരുന്ന ഒന്നാം ആദാമിലുള്ള മനുഷ്യരിൽ കർത്താവ് എന്താ ചെയ്യുന്നേ? യേശുക്രിസ്തുവിന്റെ നീതിയുടെ ബോധം കൊടുക്കുകയോ ചെയ്യുന്നത്. അവന്റെ അതുവരെ ഉണ്ടായിരുന്ന ബോധം എന്തായിരുന്നു? ആദാമിന്റെ സീഡ് എന്ന ബോധമായിരുന്നു, ആദാമിന്റെ നേച്ചർ എന്ന ബോധമായിരുന്നു. അവിടെ നിന്ന് കർത്താവ് എന്ത് ചെയ്യുന്നേ? വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് എനിക്ക് അനുസരണം ഉളവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? യേശുക്രിസ്തുവിന്റെ നീതിയുടെ ബോധം എനിക്ക് തരുന്നു. റോമർ 1:17 അങ്ങനെയല്ലേ കാണുന്നത്? അതുകൊണ്ട് വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസം ഹേതുവായും വെളിപ്പെടുന്നു. അപ്പൊ ആ നീതി ഉളവാക്കുന്നത് എന്താണ്? വിശ്വാസം ഉളവാക്കണം. അപ്പൊ പുത്രൻ ലോകത്തിലേക്ക് വന്ന് ആ നീതി സമ്പാദിച്ചത് എന്തിനു വേണ്ടിയാ? എന്റെ അകത്ത് ഈ വിശ്വാസം ഉളവാക്കാൻ വേണ്ടിയാ. കാരണം അങ്ങനെ സാധനം എന്റെ അകത്തില്ല. എന്റെ അകത്തുള്ള ഓൾറെഡി ഉള്ള ബിൽറ്റിൻ സാധനം എന്താണ്? ഒന്നാമൻ ആദാമിന്റെ ലംഘനത്തിന് മൂലമായിട്ട് കിടക്കുന്ന സകല പാപത്തിന്റെ നേച്ചറുവാണ്. അപ്പൊ അതിനനുസരിച്ച് ഞാന് വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ യഥാർത്ഥ ജീവന്റെ അനുസരണം വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്താലേ കഴിയത്തുള്ളൂ? ദൈവ വ്യവസ്ഥയ്ക്ക് അനുസാരമായി വിശ്വാസം എന്ന പത്യോപദേശം കേട്ടാലേ പറ്റത്തുള്ളൂ.
അപ്പൊ പത്യോപദേശത്തെ വിപരീതമായ കാര്യങ്ങളെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മരണത്തിന് ഫലം കായ്ക്കും. ഒറ്റ വഴി വിശ്വാസത്തിലൂടെ മാത്രം എന്ത് ചെയ്ത് കഴിയത്തുള്ളൂ? ഈ അനുസരണം വെളിപ്പെടുത്തുള്ളൂ. അതിനുവേണ്ടി ചെയ്തേ പറ്റത്തുള്ളൂ? യേശുക്രിസ്തുവിന്റെ നീതിയുടെ ബോധം എനിക്ക് വെയിറ്റ് ആയിട്ട് കിടക്കണം. അപ്പൊ പത്യോപദേശത്തെ ഞാൻ ഇങ്ങനെ ഒരു പിക്ചറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഒരു സാൻഡ്വിച്ച് പോലെ നമ്മൾ മനസ്സിലാക്കിയാൽ, ഒരു സാൻഡ്വിച്ച് എടുത്താൽ 2 ലെയർ മുകളിലും താഴെ ഉണ്ടായിരിക്കും അല്ലെ? അതിന്റെ ഇടയിൽ ചിക്കൻ പീസോ എന്തെങ്കിലും സ്വീറ്റ്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. അപ്പൊ മുകളിലുള്ള ആ ഒരു വെയിറ്റ് ആണ് നമുക്ക് ഈ ലഭിക്കുന്ന നീതിബോധം. നമ്മുടെ താഴെയുള്ള വെയിറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്, എങ്ങനെ നമ്മുടെ പ്രത്യാശ, നമ്മുടെ തേജസ്കരണം, നമ്മുടെ സയന്റിഫിക്കേഷനെ പ്രഷർ ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ മുകളിൽ വീണ ഒരു കാര്യമാണ് നീതിബോധം. അപ്പൊ ആദ്യം നീതിബോധത്തിന്റെ പ്രഷർ നമ്മുടെ അകത്ത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫലമാണ് എന്ത്? വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥ വിശുദ്ധീകരണത്തിൽ സംഭവിക്കണം എന്ത് ചെയ്യണം? വിശ്വാസം എന്ന വഴി കൂടെ പോകണം. വിശ്വാസം ഉണ്ടാകണം എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ നീതിബോധം അകത്ത് കിട്ടണം. നമുക്ക് ചേർന്ന് വായിക്കാം. റോമലേഖനം 6-ാം അധ്യായം 16 മുതൽ ഞാൻ വായിക്കുവാണ്. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ഓരോ വാക്യങ്ങളും ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിന് പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന് ദാസന്മാർ. ഒന്ന് ആദാമൻ ജനിച്ചവർ എന്ത് ചെയ്യുന്നു? ദാസൻ എന്ന് പറയുമ്പോൾ റോമ സഭക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അന്നത്തെ മാസ്റ്റർ സ്ലേവ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുവനെ ദാസനായി വിറ്റാൽ പിന്നെ അവന് ജീവിതത്തിൽ വേറെ ഓപ്ഷൻ ഇല്ല. എപ്പോഴും ആ മാസ്റ്ററിന്റെ ഇഷ്ടപ്രകാരമുള്ള ലൈഫ് മാത്രമേ ആ ദാസനുള്ളൂ. മാസ്റ്ററിന്റെ ഇഷ്ടമാണ് ആ ദാസൻ എപ്പോഴും ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഓപ്ഷൻ അവനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവനെപ്പോഴും മരണത്തിന്റെ ഫലം കഴിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഒന്നാം ആദാമിൽ എല്ലാവരിലും ആ ഒരു ശിക്ഷാവധിയും പാപം കിടക്കുന്നത് കൊണ്ട് ആ ഏകൻ മൂലം എല്ലാവരിലും ഇത് കിടക്കുക. എന്താണ്? മരണത്തിനായി പാപത്തിന്റെ ഒരു ദാസത്വം. ഇനി നമ്മളെ എങ്ങോട്ടാ കൊണ്ടുവന്നേക്കുന്നേ? വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ദൈവത്തിന് ഫലം കായ്ക്കാൻ എന്ത് ചെയ്തു? നമ്മളെ നീതിയുടെ ദാസന്മാരാക്കി വെച്ചു. അപ്പൊ പാപത്തിന്റെ ദാസ്യത്തിൽ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ നീതിയുടെ ദാസന്മാരാക്കി വെച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ മേൽ ഒരു വെയിറ്റ് വന്നു. ആ സാൻഡ്വിച്ചിന്റെ മുകളിലുള്ള വെയിറ്റ് എന്താണ്? ആ യേശു ക്രിസ്തുവിന്റെ നീതിബോധത്തിന്റെ കീഴിലോട്ട് വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും പത്യോപദേശം എന്താ ചെയ്യുന്നത്? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം, അതെന്നാണ് സൗണ്ട് ഡോക്ട്രിൻ. ആ ഒരു ഡോക്ട്രിനെ ത്രെഡ്, ആ പത്യോപദേശം എന്താ ചെയ്യുന്നത്? അത് നിങ്ങൾ അനുസരിച്ചിട്ട് പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരെ തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മള് ഇതുവരെ പാപത്തിൽ ജീവിച്ചപ്പോൾ നീതിക്ക് സ്വതന്ത്രരായിരുന്നു. നീതി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഒരു ദാസന് മാസ്റ്ററിന്റെ ഇഷ്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പാപ ഇഷ്ടത്തെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? അവന്റെ മാസ്റ്റർ മാറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ദാസത്വം മാറി. ഇപ്പൊ അവന്റെ മേലുള്ള വെയിറ്റ് എന്താണ്? ആ സാൻഡ്വിച്ചിന്റെ മുകളിലുള്ള വെയിറ്റ് എന്താണ്? ആദാമിന്റെ നേച്ചറിന്റെ വെയിറ്റ് മാറിയിട്ട് ഇപ്പൊ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിന്റെ നീതിയുടെ വെയിറ്റ് കയറി. അപ്പൊ എന്ത് ചെയ്തു? ആ വിശുദ്ധീകരണത്തിന്റെ ആ ഒരു മുകളിലുള്ള പ്രഷർ എന്താണ്? ഇപ്പം യേശുക്രിസ്തുവിന്റെ നീതിബോധം എന്ന വെയിറ്റ് കിടക്കുന്നത് അല്ലെ? അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ജഡത്തിന്റെ ബലഹീനത, ഞാൻ മനുഷ്യരീതി പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കോ അധർമ്മത്തിന് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ആ വിശുദ്ധീകരണത്തിൽ എന്താ ചെയ്യുന്നത്? വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. കാരണം അതങ്ങനെ ലൈഫ് നടക്കത്തുള്ളൂ. കാരണം അതിൽ ദാസത്വം കൊണ്ട് നീതി ചെയ്യാൻ കഴിയത്തുമില്ല. അപ്പൊ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോൾ നീതിക്ക് ദാസന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് പാപം ചെയ്യാനും കഴിയാത്ത അവസ്ഥയിലേക്ക്, കാരണം ഈ വെയിറ്റ് കിടക്കുക. അപ്പൊ ആദാമിന്റെ നേച്ചറിന്റെ കീഴിൽ ഒരു വ്യക്തിക്ക് നീതി ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവന്റെ മേലുള്ള വെയിറ്റ് എന്താണ്? ആദാമിന്റെ നേച്ചറാണ്, പാപത്തിന്റെ ബോധമാണ്. പക്ഷെ ഇപ്പോൾ എന്താണ്? നീതിക്ക് ദാസനായി കഴിഞ്ഞപ്പോൾ അവന്റെ അകത്ത് വിശ്വാസം എന്ന ദൈവവ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തേ? യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് നീതി സമ്പാദിച്ചിട്ട് ആ നീതിയുടെ വെയിറ്റ് എന്ത് ചെയ്തു? ഇമ്പ്യൂട്ട് ചെയ്തു, നമ്മുടെ മേൽ ഇമ്പ്യൂട്ട് ചെയ്തു. അപ്പൊ യേശുക്രിസ്തു നമ്മളെ നീതിമാനായിട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് മുന്നോട്ട് വരാനുള്ള വിശുദ്ധീകരണത്തിലേക്ക് ഒരു വെയിറ്റ് പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണക്ഷൻ കിട്ടുന്നുണ്ടോ? നമ്മളെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിന്റെ ബാക്കി പത്രം എന്താണ്? ആ മുകളിൽ കിടക്കുന്നത്, അതിന് താഴെയുള്ള സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു ബാക്കി പത്രമായിട്ട് ഇട്ടേച്ച പോകുന്നത്. അതാണ് നമ്മൾ അടുത്ത വാക്യം കേൾക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാപത്തിന് 22-ാം വാക്യം, പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? വിശുദ്ധീകരണം. അവിടെയാണ് ഈ വിശുദ്ധീകരണ പദത്തിലാണ് എല്ലാവരും തെറ്റിപ്പോകുന്നത്. വിശുദ്ധീകരണം എങ്ങനെ വരാവുള്ളൂ? വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയിലൂടെ യേശുക്രിസ്തുവിന്റെ നീതിയുടെ ബോധ്യം കിട്ടി, അതിലൂടെ എന്ത് വരാവുള്ളൂ? വിശ്വാസത്തിന് അനുസരണം വന്നുള്ള വിശുദ്ധീകരണം വരാവുള്ളൂ. പക്ഷെങ്കിൽ അത്യുപദേശത്തിന് വിപരീതമായ എല്ലാ വഴികളും ഏത് വിശുദ്ധീകരണത്തിൽ ചെല്ലുന്ന എത്തുന്നേ? ഒന്നെങ്കിൽ ന്യായപ്രമാണത്തിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉപദേശങ്ങളിൽ, ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ. അപ്പോൾ സത്യം ഒന്നേ ഉള്ളെങ്കിലും 16,000 കള്ളങ്ങൾ ഉണ്ടാക്കാം. അത്യുപദേശത്തിന് വിപരീതമായ എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധീകരണത്തിന് പകരം ലോകപ്രകാരമുള്ള വിശുദ്ധീകരണം ഉളവാക്കുമ്പോൾ
കർത്താവ് എന്ത് ചെയ്യുന്നേ? ദൈവത്തിന് ഫലം കായ്ക്കുന്ന വിശുദ്ധീകരണം എങ്ങനെ ഉളവാക്കുന്നേ? വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വിശ്വാസം എന്ന വഴിയിലൂടെ നടക്കുന്നു. അപ്പൊ ആ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നേ? ഈ നീതി നമുക്ക് തരുക ചെയ്യണം. യേശുക്രിസ്തുവിന്റെ നീതിയാൽ നമുക്ക് ലഭിക്കുന്ന വിശ്വാസം. കാരണം യേശുക്രിസ്തുവിന്റെ നീതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകില്ല. എന്താണ് വിശ്വാസം? അയ്യോ, ഇത് എന്നെ കൊണ്ട് കഴിയത്തില്ല, അല്ലെ? അയ്യോ കർത്താവേ എന്നുള്ള നിലവിളി ഉണ്ടാക്കുകയോ ചെയ്യുന്നു. അപ്പൊ ഈ വിശ്വാസം ഒരിക്കലും നമ്മുടെ അകത്തുനിന്ന് പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഈവൻ ജീവിതത്തിൽ ഫെയിലിയറുകൾ പോലും ദൈവം അനുവദിക്കും. പക്ഷെങ്കിൽ ഈ വിശ്വാസം പോകാൻ അനുവദിക്കുന്നില്ല. കാരണം ഈ വിശ്വാസത്തിലൂടെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഇവൻ നീതിബോധത്തിലേക്ക് വരത്തുള്ളൂ. ഈ നീതിബോധം വന്നെങ്കിൽ അവന്റെ അകത്ത് വിശുദ്ധീകരണം സംഭവിക്കത്തുള്ളൂ. അവന്റെ അകത്ത് എപ്പോഴും അയ്യോ കർത്താവെ ഞാനല്ല, എന്നെ കൊണ്ട് കഴിവില്ല, നീ എനിക്ക് പകരം ജീവിക്കണം എന്നുള്ള നിലവിളി ഉണ്ടാക്കുന്നത് ഈ വിശ്വാസത്തിന് നീതി വരുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു നീതിയുടെ വെയിറ്റാ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡ് ഒഴികെയുള്ള ഒരു ഒറ്റ സ്റ്റാൻഡേർഡിലും എന്റെ വിശുദ്ധീകരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. കാരണം എന്റെ പേരിലുള്ള വെയിറ്റ് എന്താണ്? ക്രിസ്തുവിന്റെ നീതിയുടെ സ്റ്റാൻഡേർഡാണ്. ഇപ്പൊ ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ള ഒരു കമാൻഡ് വരുമ്പോൾ മറ്റെല്ലാ രീതിയിലും സ്നേഹിക്കാം. പക്ഷെ യേശുക്രിസ്തുവിന്റെ നീതിയുടെ വെയിറ്റ് എന്റെ മേൽ വന്നപ്പോൾ എന്താ ചെയ്തേ? ക്രിസ്തു സഭയെ സ്നേഹിച്ചു എന്നുള്ള ലെവലോ ആ സ്റ്റാൻഡേർഡ് മാറി. സ്നേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എല്ലാം ക്രിസ്തുവായി മാറി. ഇപ്പൊ നമ്മൾ കേട്ട പോലെ സ്നേഹം എന്ന സ്റ്റാൻഡേർഡ് മുഴുവൻ ക്രിസ്തുവായിട്ട് മാറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കഴിയത്തുള്ളൂ? നിലവിളിച്ചേ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ സ്നേഹിക്കാനുള്ള കേപ്പബിലിറ്റി അങ്ങ് ആ ഒരു ഫാക്കൽറ്റി ഇനി വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആ നീതിയിലൂടെ എനിക്ക് വിശ്വാസം ഉണ്ടാകുന്നതാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്ന നീതിയുടെ വെയിറ്റ് എന്റെ മേൽ വീണപ്പോൾ, അത് ഇമ്പ്യൂട്ട് ചെയ്തപ്പോൾ, ആ നീതിയുടെ സ്റ്റാൻഡേർഡ് എന്റെ മേൽ വീണപ്പോൾ എന്ത് ചെയ്യുന്നേ? എനിക്ക് അതിനോടൊരു ഞരക്കം ഉണ്ടാവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാൻ വേണ്ടി ഞരക്കത്തോടെ അത് സന്തോഷത്തിൽ അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ടും അവർ അത് ലോകപ്രകാരമുള്ളത് ചെയ്തു വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മേലുള്ള വെയിറ്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം ആ ദാസ്യത്വം അതാ ചെയ്യിപ്പിക്കുന്നത്. എന്ത് ചെയ്യുന്നത്? ആ മാസ്റ്ററിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ ഇത് എന്ത് ചെയ്യും? നമ്മുടെ മാസ്റ്റർ മാറിപ്പോ എന്ത് ചെയ്തേ? നമ്മുടെ അകത്ത് ഞരക്കം മാറി. പണ്ട് പാപം ചെയ്യാനുള്ള ഞരക്കോ അതിന്റെ അകത്തുള്ള സാറ്റിസ്ഫാക്ഷൻ കിടന്ന സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നേ? ഇപ്പോൾ നമുക്ക് ദൗത്യം ലജ്ജയും ഇപ്പൊ എന്ത് ചെയ്യുന്നത്? നീതിക്ക് വേണ്ടിയുള്ളൊരു ദാഹവും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ഭാഗ്യം. എങ്ങനെ ആ ദാഹം കിട്ടിയത്? നമ്മുടെ മേലുള്ള ആ ഒരു മാസ്റ്റർഷിപ്പ് മാറി, നമ്മുടെ വീണ വെയിറ്റ് മാറി. ആദാമിന്റെ ആ ഒരു പാപബോധത്തിന്റെ വെയിറ്റ് മാറിയിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ നീതിബോധത്തിന്റെ ഒരു വെയിറ്റ് കിട്ടി. ആ നീതിബോധത്തിന് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോ യേശുക്രിസ്തു എന്ന സ്റ്റാൻഡേർഡ് ഒഴികെയുള്ളതെല്ലാം എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് ഒരു തൃപ്തി വരുത്തുന്നില്ല. യേശുക്രിസ്തുവിന്റെ ലെവല് എത്തുന്ന ആ ഒരു സ്നേഹം കിട്ടുന്നവരെ എപ്പോഴും ഞരക്കമാണ്. ഈ ഞരക്കം എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ അകത്ത് ആ വിശ്വാസത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. കർത്താവെ അങ്ങേപോലെ ആയില്ലെങ്കിൽ എന്നുള്ള ആ ഒരു ഞരക്കമില്ലേ? എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ അങ്ങേപോലെ സ്നേഹിച്ചില്ലെങ്കിൽ, അല്ലെ, എന്റെ ഓഫീസിൽ ഞാൻ അങ്ങേപോലെ പെരുമാറിയില്ലെങ്കിൽ, അതുവരെ എന്റെ അകത്ത് ഞരക്കമാണ്. കാരണം എന്റെ മേലുള്ള വീണ് വെയിറ്റ് എന്താണ്? ഈ നീതിബോധം എന്ന വെയിറ്റ്. ഈ നീതിബോധം എന്ന വെയിറ്റ് വീണ് കഴിഞ്ഞതോടുകൂടി എന്ത് ചെയ്യുന്നു? എന്റെ വിശുദ്ധീകരണത്തിന് ഫലമായിട്ട് വരിക ചെയ്യുന്നത്. അപ്പൊ വിശുദ്ധീകരണം ഡയറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ കഴിയത്തുള്ളൂ? നീതിബോധത്തിലൂടെ, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിലൂടെ കടന്നിട്ടേ വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ വിശുദ്ധീകരണം സംഭവിക്കുക എന്താണ്? അതൊരു ഫലമായിട്ട് നമ്മൾ വെളിപ്പെടുകയും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ആ നിത്യജീവന്റെ പ്രത്യാശയാണ് ഈ സാൻഡ്വിച്ചിന്റെ ഏറ്റവും അടിയിലുള്ള പാർട്ട്. അതൊക്കെ അടുത്ത പ്രാവശ്യം ചിന്തിക്കുക. അതെങ്ങനെ സാമാന്യത്തിന്റെ കാര്യം കഴിഞ്ഞ തുടക്കം വിട്ട് എങ്ങനെ നമ്മുടെ പ്രത്യാശ, തേജസ്കരണത്തെ കുറിച്ചുള്ള ഉറപ്പ് നമ്മുടെ വിശുദ്ധീകരണത്തെ ഇമ്പാക്ട് ചെയ്യുന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഈ നീതിബോധം അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് യേശുക്രിസ്തുവിന്റെ ആ ഒരു സ്വഭാവത്തിലേക്ക് ഒരു ഞരക്കം കിട്ടുന്നുണ്ട്. ആ ഞരക്കം കിട്ടിയവർ എത്ര ഭാഗ്യവന്മാരല്ലേ? അത് ഉപദേശിച്ചതുകൊണ്ടോ നിങ്ങളോട് പറഞ്ഞതുകൊണ്ടോ ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. ഇത് ദൈവം തന്നെ നമ്മുടെ ജനനത്തെ മാറ്റിയിട്ട് പുതിയൊരു ജനനം തന്നപ്പോൾ എന്ത് ചെയ്തു? പഴയ ജനനത്തിന്റെ ദാസ്യത്തിൽ മാറ്റിയിട്ട് പുതിയ ജനനത്തിന്റെ ഒരു ദാസ്യത്വം, ആ നീതിബോധം എന്നുള്ള വെയിറ്റ് നമുക്ക് തന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഞരക്കം മുഴുവൻ അങ്ങോട്ടായി. ക്രിസ്തു ക്രിസ്തു ക്രിസ്തു, ആ സ്നേഹം, അഗാപ്പെ ലവ് എന്നുള്ള ഞരക്കത്തിലേക്ക് നമ്മൾ മാറി. അപ്പൊ ലോകപ്രകാരമുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നേ? ദോഷത്തിന്മേൽ ദോഷം ചെയ്ത് അവർ മുതിർന്നു വരികയും ചെയ്യുന്നത്. കാരണം അവരുടെ മേലുള്ള വെയിറ്റ് ഇങ്ങനെ കിടക്കുക, അതാ നേച്ചറിന്റെ വെയിറ്റ്. അവർക്ക് പിന്നെയും പിന്നെ പാപം ചെയ്താലേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. പുതുദോഷം സങ്കല്പിക്കും അവര്. പിന്നെയും പാപത്തിൽ വളർന്നാലേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുള്ളൂ, അവർക്ക് സന്തോഷം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നേരെ ഓപ്പോസിറ്റ് കാര്യം സംഭവിച്ചു. അത് ആ ദാസ്യത്തെ മാറിയിട്ട് നീതിയുടെ വെയിറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? യേശു ഇല്ലാതൊരു കാര്യം എനിക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ള ലെവലിലേക്ക് വന്നു. ഞാൻ എങ്ങനെയൊക്കെ പ്രവൃത്തി ചെയ്താലും ആ സ്നേഹം എന്റെ അകത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ ഞരക്കുക. നമ്മൾ കേട്ടതുപോലെ കർത്താവെ ആ സ്നേഹം ഉണ്ടായില്ലെങ്കിൽ ഞാൻ പ്രവൃത്തി ചെയ്തോളൂ എന്നല്ല. പണ്ട് നമ്മളെ പ്രവൃത്തി ചെയ്തപ്പോൾ സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നു. ഞാന് സാമൊക്കെ പണ്ട് ഞങ്ങള് ഞങ്ങൾക്കൊരു പ്രെയർ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ ഈ ഹോം ഓഫ് ഹോപ്പ് പറയില്ല, ഓട്ടോ രാജ
അവരുടെയൊക്കെ അടുത്ത് വന്ന ഒത്തിരി കാര്യങ്ങൾ സെർവ് ചെയ്യുമായിരുന്നു. അവരുടെ കൂടെ സെർവ് ചെയ്യുന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ഞങ്ങൾക്കുള്ളതെല്ലാം കൊടുക്കുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നല്ലേ ചെയ്യും. അപ്പൊ ഞാൻ പിന്നത്തെ കാലത്താണ് മനസ്സിലായത്, നമ്മൾ ഈ പ്രവർത്തികൾ ചെയ്ത് സെർവ് ചെയ്യുന്നേ ഉള്ളൂ, അവരോടുള്ള സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അകത്ത്, അല്ലേ? ഇപ്പൊ പല മതങ്ങളും ഫോക്കസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അവർക്ക് കുറെ ആൾക്കാരെ കിട്ടണം. എന്തിനു വേണ്ടി? ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. എങ്ങനെയല്ലേ അവർക്ക് ശുശ്രൂഷ ചെയ്യണം? അവർക്ക് രോഗികൾ ഉണ്ടെങ്കിലേ അവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ, അല്ലേ? അവർക്ക് കുഷ്ഠരോഗികൾ ഉണ്ടെങ്കിലേ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം. പക്ഷെ അവരുടെ അകത്ത് എന്തോ ഉണ്ടാകുന്നില്ല, ഈ സ്നേഹം ഉളവാകുന്നില്ല. ആ കർത്താവ് അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം ഉളവാകുന്നില്ല. പക്ഷെ മതങ്ങളുടെ നിലനിൽപ്പ് എന്താണ്? ഇങ്ങനെ ഓപ്ഷൻ, ചാരിറ്റിക്കുള്ളൊരു സ്റ്റേജ് ഓപ്പൺ ആയാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് അവരുടെ കൺസെപ്റ്റിന് എന്താണ്? ഈ രോഗികൾ ഉണ്ടെങ്കിലേ ഞങ്ങളുടെ മതം നിൽക്കത്തുള്ളൂ, കാരണം ഞങ്ങൾക്ക് സെർവ് ചെയ്യണം. അപ്പൊ പുറമേ കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണ്. അതാണ് പത്യോപദേശത്തെ വിപരീതമായ എന്ത് കാര്യവും എന്താ ഉണ്ടാക്കുന്നേ? മരണത്തിന് ഫലം കായ്ക്കുക, പ്രവൃത്തികൾ വരുന്നത്. പക്ഷെ നമ്മുടെ അകത്ത് എന്താ സംഭവിച്ചത്? നമ്മൾ ആ പ്രവൃത്തി ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ സ്നേഹം ഉളവായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഞരക്കമായിരിക്കും. ആ സ്നേഹം, ഒരു വ്യക്തിയെ നമ്മൾ ആ സ്നേഹത്തോടെ ഇടപെട്ടില്ലെങ്കിൽ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഓട്ടം എന്താണ്? കർത്താവെ, അന്ന് സ്നേഹിച്ച പോലെ എനിക്ക് എന്റെ കുടുംബത്തെ, എന്റെ ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ കർത്താവ് ഏൽപ്പിച്ചവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അന്ന് പിതാവിനെ സെർവ് ഇതുപോലെ സേവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ അയച്ചിട്ടുണ്ട്. പാപത്തിന്റെ അവസ്ഥ ഏറ്റവും പ്രൈമറി കൽപ്പന തന്നെ ലംഘിച്ചതുകൊണ്ടല്ലേ നമ്മൾ പാവികളായി. എന്താണ് ആ പ്രൈമറി കൽപ്പന? പിതാവ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ എടുത്താൽ അതിൽ എത്ര മിനിറ്റ് നമ്മൾ ആ കൽപ്പന പ്രമാണിച്ചു, അല്ലേ? ഇനി നമുക്ക് സ്നേഹിച്ചു എന്ന് തോന്നിയാൽ പോലും അത് ദൈവം ഡിസേർവ് ചെയ്ത് എത്രയും ലെവൽ എത്തിയോ നമുക്കറിയാവോ? പൂർണ്ണ ഹൃദയത്തിന്റെ ശക്തി, അല്ലെ? പൂർണ്ണ മനസ്സ് ഏത് ലെവലാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ദൈവം ഡിസേർവ് ചെയ്ത് അത്രയും സ്നേഹിച്ചു നമുക്ക് അറിയത്തില്ലല്ലോ. അവിടെയാണ് നമ്മൾ എല്ലാം പാവികളെ മാറുന്നത്. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതം നോക്കിയേ. നമുക്ക് വേണ്ടി യേശു ഈ നീതി സമ്പാദിച്ചപ്പോൾ 33 വർഷത്തിൽ ആ യേശുവിന്റെ ജീവിതത്തിന് ഏത് മൊമെന്റ് എടുത്ത് നോക്കിയാലും, ഏത് മൈന്യൂട്ട് മൊമെന്റ് എടുത്ത് നോക്കി ടെസ്റ്റ് ചെയ്താലും ആ റിപ്പോർട്ട് എന്തേ വരത്തുള്ളൂ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ യേശു എന്ത് ചെയ്തു? പിതാവിനെ സ്നേഹിച്ചു. കുടുംബത്തിലായാലും ശുശ്രൂഷയിലായാലും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായാലും യേശുവിന്റെ ജീവിതത്തിൽ ഏത് മൊമെന്റ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും അവള് ബ്ലഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താ വരത്തുള്ളൂ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവ് സാക്ഷ്യം പറയുന്നിട്ട് റിപ്പോർട്ട് അവിടെ വരത്തുള്ളൂ. അപ്പം ആ നീതിയാണ് നമ്മുടെ മേൽ വീണിരിക്കുന്നത്. ഇപ്പൊ യേശു സമ്പാദിച്ചെടുത്ത ആ നീതിയാണ് നമ്മുടെ മേൽ ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ നീതി വീണാ പിന്നെ നമുക്ക് ഇതിന്റെ താഴെയൊരു കാര്യത്തിലേക്ക് നമുക്ക് തൃപ്തി ഉണ്ടാകത്തില്ല. ആ നീതി എത്താതെ നമുക്ക് എന്തുണ്ടാകുന്നില്ല? അവിടെയാണ് നമുക്ക് വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു ഞരക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്താണ്? ലഭിച്ചു കഴിഞ്ഞു വന്നോ, തികഞ്ഞവരായതല്ല, ക്രിസ്തുവേശുവിനെ പിടിക്കപ്പെട്ടു. അതാണ് സാൻഡ്വിച്ചിന്റെ മുകളിലുള്ള പാട്ട്. ആ നീതിബോധം കിട്ടി എനിക്ക്. ഏതാ? പണ്ട് ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനായിരുന്നു. പക്ഷെ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യഥാർത്ഥ നീതി എന്താണെന്ന് കണ്ടു. ഇന്നലെ വരെ ഞാൻ കായലിൽ നീന്തി കിടന്നു, പക്ഷെങ്കിൽ ഇപ്പൊ ഞാൻ അറബിക്കടലിന്റെ മുമ്പിൽ നിൽക്കുക. അപ്പൊ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? അവന്റെ അകത്ത് വിശ്വാസം ഉണ്ടായി പറ്റും. എന്താണ്? കർത്താവ് നീന്തി കടന്നെങ്കിൽ എനിക്ക് നിന്റെ തോളെ കയറി ഇരിക്കാം. അവനാ ഞാൻ പിടിക്കപ്പെട്ടതുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ വെയിറ്റ് കിടക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാണ്? ഞാൻ ലഭിച്ചു കഴിഞ്ഞു വന്നോ, തികഞ്ഞവനാണെന്ന് വിചാരിച്ചു. ഒരു ജീവിതത്തിന് ഒരു മൊമെന്റിലും ആ സെന്റർ പോയിന്റ് നമുക്ക് കൊള്ളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ദൈവം നോക്കുന്നത് എന്താണ്? ആ ഞരക്കത്തിലേക്കാണോ നിന്റെ ഡയറക്ഷൻ? ആ പെർഫെക്ഷൻ അല്ല ദൈവം നോക്കുന്നത്. എന്താണ്? നമ്മുടെ ഡയറക്ഷൻ നോക്കുന്നത്. ആ സെന്റർ പോയിന്റ്, ആ ഷൂട്ടിങ്ങിന്റെ സെന്റർ പോയിന്റ് ഇല്ല, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അതിൽ മാത്രമാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. അത് എയിം ചെയ്താണോ ഞാൻ എന്റെ വിശുദ്ധീകരണത്തിന്റെ ഫലം കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് നോക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ആ വെയിറ്റ് കിട്ടിയത് കൊണ്ടാണ് വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു ദാഹം നമുക്ക് ഉണ്ടാകുന്നത്. അത് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് നീതിക്ക് വേണ്ടി ഒരു ദാഹം നമ്മൾ ഉണ്ടാകുന്നത്. ഈ ദാഹം ഉണ്ടാക്കാൻ പറ്റുമോ എങ്ങനെയും? ഇല്ല. അത് അകത്തുനിന്ന് വരികയോ ചെയ്യുന്നത്. അത് അകത്തുനിന്ന് വരാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തേ? അവൻ തന്നെ ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് നീതി സമ്പാദിച്ചു വെച്ചു. ആ സമ്പാദിച്ചു വെച്ച നീതി നമ്മുടെ മേൽ ഇമ്പ്യൂട്ട് ചെയ്തു. അത് ഇമ്പ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് വിശുദ്ധീകരണം ഫലമായിട്ട് വരാൻ തുടങ്ങി. ആ വിശുദ്ധീകരണം എന്താണ്? ആ ഞരക്കം. എന്തിനാണ് ഞരക്കം? ഈ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി. വിശ്വാസത്തിലൂടെ അതിലേക്ക് എത്തത്തുള്ളൂ. വിശ്വാസത്തിലൂടെ അനുസരണം വെളിപ്പെടുത്തുള്ളൂ. എന്ത് ചെയ്താ? അപ്പൊ വിശ്വാസം ഉണ്ടാക്കാൻ എന്ത് ചെയ്തേണ്ടി വന്നു? ഈ നീതിബോധം തരേണ്ടി വന്നു, അല്ലേ? ആ ഒരു കണക്ഷൻ കിട്ടിയോ? പാപബോധം ഉള്ളതുകൊണ്ടാണ് അവര് അത് വളർന്നു വരുന്നത്. എന്ന് വെച്ചാൽ നീതിബോധം തന്നെങ്കിൽ എനിക്ക് വിശ്വാസത്തിന്റെ ഞരക്കത്തിലേക്ക് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ നീതിബോധം ലഭിച്ചവർ എന്ത് ചെയ്യുന്നു? അതിന്റെ വിശുദ്ധീകരണം എന്നുള്ള അന്തഫലത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ആ ഒരു നിത്യമായ പർപ്പസ്
എത്ര മനോഹരമായിട്ടാണ് കർത്താവ് ഇത് കൊണ്ടിരുന്നത് അല്ലെ. ആ ലൈഫിൽ ഏത് പോയിന്റ് നോക്കിയാലും നമ്മളെ കർത്താവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കാണുന്നത്? നമ്മുടെ മേൽ വീണപ്പെട്ട ആ ഒരു നീതിയുടെ ലെവലിലെ കർത്താവ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വിശുദ്ധീകരണം എപ്പോഴും എന്തായിരിക്കും? ഇംപെർഫെക്ഷൻ ആയിരിക്കും പ്രവൃത്തി തലത്തിൽ നോക്കുമ്പോൾ. പക്ഷെങ്കിൽ നമ്മുടെ ഞരക്കത്തെ കർത്താവ് അംഗീകരിക്കുന്നു. ആ ഞരക്കത്തിൽ ഞാൻ നോക്കുന്നത് ക്രിസ്തുവിന്റെ നീതിയിലേക്കാണ്. ആ ക്രിസ്തുവിന്റെ നീതി പെർഫെക്റ്റ് ആയതുകൊണ്ട്, എന്റെ മേൽ ഇമ്പ്യൂട്ട് ചെയ്തിട്ട് നീതി പെർഫെക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ അക്സെപ്റ്റബിൾ ആണ്. നമ്മൾ പ്രവൃത്തിയിൽ ഫെയിലർ ആയാലും നമ്മളെ തള്ളിക്കളയുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് അക്സെപ്റ്റബിൾ ആയിരിക്കുന്നത്? നമ്മുടെ മേൽ ഇമ്പ്യൂട്ട് ചെയ്തപ്പെട്ട നീതി പെർഫെക്റ്റ് ആയതുകൊണ്ട്. യേശു സമ്പാദിച്ച നീതിയെ ഓരോ മിനിറ്റിലും ദൈവസന്നിധിയിൽ പ്രസാദവും പെർഫെക്റ്റും ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അക്സെപ്റ്റബിൾ ആണ്. പക്ഷെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണത്തിൽ എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ മേൽ ഒരു വെയിറ്റ് ആയി കിടക്കുക. ആ നീതി നമ്മളെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, അത് നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മളെ എന്തുകൊണ്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അവസാന ദിവസം വരെ ഈ നീതി നമ്മുടെ പെർഫെക്ഷനും ഷാർപ്പനെസ്സും കൂടിക്കൊണ്ടിരിക്കും. ഇന്നലെ ഞാൻ കണ്ട യേശുവിന്റെ സ്നേഹത്തിന് ഷാർപ്പനെസ് ആയിരിക്കത്തില്ല ഇന്ന് അടുത്ത സാഹചര്യം ദൈവം കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് തോന്നത്തില്ല. കാരണം അതിന്റെ ഷാർപ്പനെസ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പാപാവസ്ഥ കൂടുതൽ വെളിപ്പെടും തോറും, യേശുക്രിസ്തുവിന്റെ നീതിയുടെ ലെവലിൽ കൂടുതൽ വെളിപ്പെടും തോറും ആ ഷാർപ്പനെസ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിശുദ്ധികൾ എന്തുകൊണ്ട് അവസാന നിമിഷം വരെ ഇതൊരു ആ ഒരു ഫലത്തിന് വേണ്ടി ഒരു ഞരക്കത്തിന്റെ ഓട്ടമാണിത്. അതുകൊണ്ട് പൗലോസ് പറയും, നമ്മളിൽ തികഞ്ഞവനൊക്കെ ഇങ്ങനെ ചിന്തിക്കാനാ പറയുന്നത്. എന്തിനാ ആ തികഞ്ഞവൻ എന്നുള്ള ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി? ഞാന് പ്രാപിച്ചിട്ടില്ല, ഇത് ആ പരമ വിളിയുടെ ലാക്കിലേക്ക്, ആ സെൻട്രൽ പോയിന്റ് ലക്ഷ്യം വെച്ച് ഞാൻ ഓടുക ചെയ്തു. എനിക്ക് എങ്ങനെയും ക്രിസ്തുവിന്റെ ആ ഞരക്ക ആദ്യപ്പോൾ ആകണമെന്നുള്ള ആ ഞരക്കത്തിന്റെ ഓട്ടമാണ്. അതാണ് അതിന്റെ ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന്റെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇതിന്റെ അകത്തൊന്നും പാർട്ടേക്ക് ചെയ്തില്ല. എന്റെ കുഞ്ഞ് ജനിച്ചപ്പോ ആ കുഞ്ഞിന്റെ പോലും അനുവാദമില്ലാതെയാ ഹല്ലേലൂയ ആ ഒരു ആദമിക് നേച്ചർ ഞാൻ ഇമ്പാർട്ട് ചെയ്തത്. അത് ആ കുഞ്ഞിനെ ഓരോ ദിവസം പാപത്തിൽ മുതിർന്നു വരുവാൻ ഇടയാക്കുന്നു. എന്ന് വെച്ചുകൊണ്ട് തന്നെ കർത്താവ് നമ്മളെ ഒടുക്കത്തെ ആദാമാനെ ക്രിസ്തുവിൽ ജനിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ മുന്നൊരിക്കൽ സൽപ്രവൃത്തി ചെയ്യേണ്ടത് ക്രിസ്തുവിൽ സൃഷ്ടിച്ചപ്പോൾ ഹല്ലേലൂയ നമ്മുടെ മേൽ ഇമ്പ്യൂട്ട് ചെയ്തപ്പെട്ട ഒരു നീതി എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് പരമോന്നതമായ നീതി, അത് അബ്സല്യൂട്ട് റൈറ്റസ്നെസ്. അത് നമ്മളെ എപ്പോഴും ഞരക്കത്തിലൂടെ നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചു, ദാറ്റ്സ് ഓക്കെ, ഡൺ എന്നുള്ള കാര്യം. പക്ഷെങ്കിൽ അത് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധീകരണത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ മേൽ ഒരു വെയിറ്റ് ആയിട്ട് കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കർത്താവിനെ നീതിമാനായി പ്രഖ്യാപിച്ചു, അതോടെ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെങ്കിൽ അതിന്റെ ബാക്കി പത്രമായി ദൈവം സാങ്ക്ടിഫിക്കേഷൻ വെച്ച് എന്തിനു വേണ്ടിയാണ്? ഈ നീതി എന്റെ മേൽ ഒരു വെയിറ്റ് ആയിട്ട് കിടക്കുക. ആ നീതി എങ്ങനെയും എന്റെ അവയവത്തിലൂടെ വെളിപ്പെടണം. ഹല്ലേലൂയ. പൊസിഷണലി ഞാൻ കർത്താവിന്റെ സന്നിധി അക്സെപ്റ്റബിൾ ആണ്, പക്ഷെങ്കിൽ ഫങ്ഷണലി ആ നീതി എന്റെ അവയവത്തിലൂടെയും വെളിപ്പെടണം. ഹല്ലേലൂയ. എന്റെ നോട്ടത്തിലുള്ള പാപങ്ങൾക്ക് പകരം യേശു നോക്കിയതിനുള്ള പ്രതിഫലം എന്റെ മേൽ കണക്കിട്ട്. പക്ഷെങ്കിൽ വിശുദ്ധീകരണത്തിലേക്ക് എന്നെ കൊണ്ടുപോകേണ്ടത് എന്ത് ചെയ്തു? ആ നീതി എന്റെ മേൽ വെയിറ്റ് ആയിട്ട് വീണപ്പോൾ എന്റെ കണ്ണിലൂടെയും ആ സ്നേഹം വെളിപ്പെടുവാൻ, കർത്താവ് നോക്കിയ പോലെ കാണപ്പെടുവാൻ, കർത്താവ് ചെയ്ത പോലെയുള്ള ആ സ്നേഹത്തിലൂടെ കരുതൽ അവന്റെ കാര്യങ്ങളിലൂടെ വെളിപ്പെട്ട ആ സ്നേഹം എന്റെ കാര്യങ്ങളോട് വെളിപ്പെടുവാൻ, ഫങ്ഷണലി ആ സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള പൊസിഷനിലൂടെ ഞാൻ പെർഫെക്റ്റ് ആകാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ നീതിബോധം ഹല്ലേലൂയ നമ്മുടെ അകത്ത്. അങ്ങനെ ഏകന്റെ അനുസരണത്താൽ നമ്മൾ നീതിമാന്മാരായി തീർന്നു. എങ്ങനെ? നീതിയുടെ ദാസത്വത്തിലേക്ക് കയറി നമ്മൾ അടിമത്തത്തിലെത്തി. ഹല്ലേലൂയ. കർത്താവെ, ഇങ്ങനെയുള്ള ആ ഒരു ശ്രേഷ്ഠപരമായിട്ടുള്ള ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ്, ഈ ദാസ്യത്വം ഞങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്നു കർത്താവെ. ഒരു വശത്ത് ഞങ്ങൾ അത് ഞരക്കത്തോടെ ഓടുന്നു, പക്ഷെങ്കിൽ ഹല്ലേലൂയ ഞങ്ങൾ പ്രത്യാശ ഇല്ലാത്തവരായിട്ടല്ല. ഞങ്ങളിൽ അത് കർത്താവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി തികയ്ക്കുമെന്നുള്ള പ്രത്യാശ ഞങ്ങളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴും ഫെയിലിയറുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴും കർത്താവ് ഞങ്ങളെ തള്ളിക്കളയാതെ ഞങ്ങളുടെ വിശ്വാസം കാക്കുന്നതിനായി സ്തോത്രം. കാരണം ആ വിശ്വാസം എന്നുള്ള ഒരു ഹല്ലേലൂയ ബ്രിഡ്ജ് ഞങ്ങളുടെ അകത്തില്ലെങ്കിൽ ഞങ്ങൾ ഹല്ലേലൂയ ഈ പത്യോപദേശ പ്രകാരമുള്ള വിശുദ്ധീകരണത്തിൽ നയിക്കപ്പെടത്തില്ലല്ലോ. ഹല്ലേലൂയ. ആ വിശ്വാസം ഇല്ലെങ്കിൽ ഹല്ലേലൂയ ആ യേശുക്രിസ്തുവിന്റെ നീതി ഞങ്ങൾ വിശുദ്ധീകരണത്തിന്റെ ഫലമായിട്ട് വെളിപ്പെടുത്തില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് ഹല്ലേലൂയ ആ നീതിയിലൂടെ ഞങ്ങൾക്ക് ആ വിശ്വാസം തന്നതിനായി സ്തോത്രം. ആ യേശുവിടെ നീതി കാണുമ്പോഴാണ് ഞങ്ങളുടെ അകത്ത് വിശ്വാസം ഹല്ലേലൂയ എക്സസൈസ് ആക്കപ്പെടുന്നത്. ആ യേശുവിടെ നീതി കാണുമ്പോഴാണ് അയ്യോ ഇത് എന്നെ കൊണ്ട് കഴിയത്തില്ല, കർത്താവിനെ രക്ഷിക്കണമെന്നുള്ള നിലവിളി ഉണ്ടാകുന്നത്.
കർത്താവെ, ആ യേശുക്രിസ്തുവിന്റെ നീതി ഹല്ലേലൂയ അത് വെളിപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ എനിക്ക് അവനെ വിശ്വസിക്കാൻ തോന്നുന്നത്. ഹല്ലേലൂയ പ്രവർത്തിക്കുന്നതിന് പകരം ആദ്യം വിശ്വാസിക്കാനും ആ വിശ്വാസത്തിലൂടെയുള്ള അനുസരണം വെളിപ്പെടുവാനും അങ്ങനെ വിശുദ്ധീകരണം ഫലമായിട്ട് വരുവാനും ഒക്കെ കാരണമായി തീരുന്നത്. കർത്താവെ എങ്ങനെ നീതിബോധം ഞങ്ങളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു ഞങ്ങളെ കാണിച്ചു തന്ന ഞങ്ങളുടെ വചനഭാഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവമേ, ഇത് ഞങ്ങളുടെ ബുദ്ധിയിലല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും കർത്താവ് ഈ വചനം ജീവനായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദാസ്യത്വം ഞങ്ങളുടെ ജോലി മേഖല ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നീതിയുടെ ദാസ്യത്വം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കണം കർത്താവെ. കർത്താവ് സ്നേഹിച്ചവരെ സ്നേഹിക്കുവാൻ, കർത്താവ് സ്വീകരിച്ചവരെ സ്വീകരിക്കുവാൻ, കർത്താവ് ക്ഷമിച്ചവരെ ക്ഷമിക്കുവാൻ, കർത്താവെ ഈ നീതിയുടെ ദാസ്യത്വം ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ നീതിയുടെ ദാസ്യത്വം, ഈ നീതിബോധം, ആ വെയിറ്റ് കർത്താവെ ഹല്ലേലൂയ വിശുദ്ധീകരണത്തിന്റെ ഫലമുളവാക്കുന്നതിനായി സ്തോത്രം. ആ ഞരക്കം ഒരിക്കലും ഞങ്ങൾ നിന്നു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിജ്ഞാനത്തിന്റെ ഓട്ടം ഞങ്ങൾ പിന്മാറിപ്പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരും കർത്താവെ ഹല്ലേലൂയ ഈ പരിജ്ഞാനത്തിന്റെ ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്നത് പത്യോപദേശം മനസ്സിലാകാത്തത് കൊണ്ടും ഹല്ലേലൂയ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, പത്യോപദേശത്തെ വിപരീതമായ കാര്യങ്ങളിലൂടെ ഈ വിശുദ്ധീകരണം നടക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണല്ലോ കർത്താവെ ഹല്ലേലൂയ ന്യായപ്രമാണത്തിന്റെ ഉപദേശത്തിലേക്കും മാനുഷിക ഉപദേശങ്ങളിലേക്കും ലോകത്തിന്റെ ആദിപാഠങ്ങളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നത്. പക്ഷെങ്കിൽ ഈ പത്യോപദേശത്തിലൂടെ മാത്രം, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിലൂടെ മാത്രം ഈ വിശുദ്ധീകരണം സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തുറന്നു കാട്ടിത്തന്ന ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. അനേകര് കർത്താവ് ഈ പത്യോപദേശത്തിന്റെ കാഴ്ചയില്ലാതെ, അനേകര് ന്യായപ്രമാണത്തിലൂടെ മാനുഷിക ഉപദേശങ്ങളിലൂടെ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയിലൂടെ അല്ലാതെ ഈ വിശുദ്ധീകരണത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. അവർ പുറമെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു. പക്ഷേ സ്നേഹത്തിന്റെ ഒരു ഞരക്കമില്ലാത്തത് കൊണ്ട്, യേശുക്രിസ്തുവിന്റെ നീതി എന്ന വെയിറ്റ് അവരുടെ മേൽ വീഴാത്തത് കൊണ്ട് കർത്താവെ അങ്ങനെ ഒരു കാര്യം അവർ ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം കർത്താവെ കർത്താവെ നശിച്ചു പോകുന്നു. ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ ഒരു വെളിപ്പാട് അവർക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളോടുകൂടെ ഫെലോഷിപ്പുകൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ടതിന്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കേണ്ടതിന് ആ ഇമ്പ്യൂട്ടഡ് റൈറ്റസ്നെസിന്റെ വെളിപ്പാട് അവർക്കും കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ആ നീതിബോധം ഒരു വെയിറ്റ് ആയിട്ട് ഞങ്ങളുടെ വിശുദ്ധീകരണത്തെ കണക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതികൾ അവരെയും കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിൽ ഞങ്ങൾ ഒരിക്കലും പിന്മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവെ. ഹാലിലിയ പിശാച് ലോകമോഹങ്ങളെ കാണിച്ചും മറ്റു പലതിലൂടെയും ഞങ്ങളുടെ കാഴ്ചയെ മങ്ങിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഓട്ടം തുടങ്ങിയത് കർത്താവ് പകുതി വെച്ച് നിർത്താനല്ലോ, പരിജ്ഞാനത്തിന്റെ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ വിളിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അതുകൊണ്ട് സ്വർഗീയദാനം ആസ്വദിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അറിയാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് കർത്താവെ ആ പരിജ്ഞാനം പൂർത്തി പ്രാപിക്കുവാൻ, ആ ഓട്ടം തികയ്ക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങനെ പൗലോസിനെ പോലെ അവസാന സാക്ഷ്യത്തോടെ ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ആ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥ അത് കാത്തു എന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ആ സ്വഭാവം കർത്താവ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആ ഞരക്കം ഞങ്ങൾക്ക് ഓരോ ദിവസം കൂട്ടിത്തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ഞരക്കത്തിൽ ഞങ്ങൾ കർത്താവെ ഇനാക്റ്റീവായി പോകാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലയിലും കർത്താവ് ആ ഞരക്കത്തിലൂടെ ജീവിപ്പാൻ, ആ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ, ഞാനല്ല എന്ന് പറയുമ്പോൾ ആ ക്രൂശിലേക്ക് ഹല്ലേലൂയ ഞങ്ങൾ സ്നേഹിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ പഴയ മനുഷ്യനെ വിട്ടുകൊടുക്കുവാനും, സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ആ ക്രിസ്തുവിന്റെ ജീവനെ ഞങ്ങളിലൂടെ കർത്താവെ പാർട്ടേക്കായിട്ട് ഷെയർ ലഭിക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനൊക്കെയും ഞങ്ങളെ പ്രാപ്തമാരല്ലെങ്കിലും കർത്താവ് ഞങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി ഇതിനൊക്കെ യോഗ്യരാക്കി ഞങ്ങളെ ഹാളിൽ നിർത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് കൺക്ലൂഡ് ചെയ്യും.